നമ്മുടെ ഈ ഐഡിയകളും ഒരു തരത്തിൽ പ്രണയത്തിന് സമാനമാണ്. അതെ, മനസ്സിലുണ്ടാവും, പക്ഷേ പുറത്തു പറയാൻ പ്രയാസപ്പെടും. രാത്രി ഉറക്കം പോലും തരാതെ നമ്മളെ വല്ലാതെ കഷ്ടപ്പെടുത്തും. അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയാൻ വലിയ ധൈര്യം ആവശ്യമാണ്. നമ്മുടെ ഈ വേദിയായ ഐഡിയ ബാസ് ആ ധൈര്യമാണ് നിങ്ങൾക്ക് തരുന്നത്. അടുത്തതായി വരാൻ പോകുന്ന നമ്മുടെ ഐഡിയ ബാസ് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവിടെ ഇരുന്നതാണ് ഓഡിയൻസ് ആയിട്ട്. മറ്റുള്ള ഐഡിയ ബാസുകൾ പിച്ച് ചെയ്യുന്നത് നേരിട്ട് കണ്ടവരാണ്. ഈ ധൈര്യം അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കിട്ടി. ഇന്ന് അവർ അവരുടെ സ്വന്തം ഐഡിയയുമായി വരുന്നു. നമ്മുടെ ഭാരതത്തില് എല്ലാ കുട്ടികളുടെ അടുത്തും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ട്. പക്ഷെ ലക്ഷക്കണക്കിന് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ നോക്കി പഠിക്കാൻ പറ്റുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം എന്തെന്നാൽ ബുക്സ് ഉണ്ട്, പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് പ്രോപ്പർ ട്രാൻസ്ലേഷൻ കിട്ടുന്നില്ല. ബുക്കിൻ്റെ വിലയും വളരെ അധികമായിരിക്കും. പിന്നെ അത് എടുത്തുകൊണ്ട് പോകുന്നതിലും ഒരുപാട് പ്രോബ്ലം ഉണ്ട്. പിന്നെ ഞങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കുമ്പോൾ റൈറ്റേഴ്സ് സ്പെല്ലിംഗ് ചോദിച്ചാൽ പ്രശ്നമാകും. കാരണം ഞങ്ങൾ ഓഡിയോയിലല്ലേ കേൾക്കുന്നത്. അതുപോലെ തന്നെ എക്സ്റേ, അതല്ലാതെ ഡോക്ടേഴ്സ് എഴുതി തരുന്ന കേസ് പേപ്പേഴ്സ്, ഇതെല്ലാം ഉണ്ടല്ലോ അല്ലേ, അതെല്ലാം വായിച്ചെല്ലാം തരത്തില്ല. അതായത് ഞങ്ങളുടെ അടുത്ത് അത്രയും സമയമില്ല എന്ന് നേരിട്ട് തന്നെ നമ്മളോട് പറയും. ഇവർക്കുള്ള റീഡിംഗ് ചാലഞ്ച് എല്ലാം പരിപാലിക്കാൻ വേണ്ടി, ഇവര് പഠിച്ച് ഒരു വലിയ ആൾക്കാരാവാൻ വേണ്ടി, ഇവരുടെ ലൈഫിലെ നോളജ് പകരാൻ ഐഡിയ ബാസിന്റെ സ്റ്റേജിലേക്ക് വരികയാണ് ടീം ദൃഷ്ടി. നിറഞ്ഞ കൈയടികളോട് സ്വാഗതം ചെയ്യാം ദിശാൻ, ശ്രദ്ധ, ആദിത്യ ആൻഡ് ഋതിക്. നിങ്ങളിങ്ങനെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ അവിടെ ഇരുന്നവരല്ലേ. ഈ ഒരു ട്രാൻസിഷനെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇറ്റ് ഫീൽസ് റിയലി അമേസിങ്. കാരണം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അതായത് എല്ലാവരും അവരുടെ ഐഡിയാസ് എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് അത് കണ്ട് ഞങ്ങൾ അതേപോലെ ചെയ്യാൻ ശ്രമം നടത്തി. അതുകൊണ്ട് ഇവിടം വരെ എത്താൻ പറ്റി. എനിക്ക് ടൈറ്റൻസിനോട് പറയാനുള്ളത്, ഇവരിപ്പോ ഐഡിയ സ്റ്റേജിലാണ് നിൽക്കുന്നത്. സോ ഗുഡ് ലക്ക്. താങ്ക് യു. നമസ്കാരം ടൈറ്റൻസ്. എന്റെ പേര് ശ്രദ്ധ പേട്നിക്. എൻ്റെ പേര് ആദിത്യ സിംഗ്. എൻ്റെ പേര് ദിഷാൻ വർമ്മ. എൻ്റെ പേര് ഋത്തിക് അംബ്രാളെ. സോ ടൈറ്റൻസ്, ഞങ്ങളിന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ ഐഡിയ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ നാടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയുടെ ലൈഫ് നോക്കുവാനും അതിൻ്റെ ഭംഗിയെ മനസ്സിലാക്കുവാനും ഒരു മികച്ച വഴിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഏകദേശം 8 കോടി ജനങ്ങൾ വിഷ്വലി ഇമ്പാക്ട്, അതായത് കണ്ണ് കാണാത്തവർ. ഇവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ലിമിറ്റഡ് ആണ്. അതായത് ബ്രെയിൽ ബുക്സ്. എല്ലാ ബ്രെയിൽ ബുക്സും നോക്കുകയാണെങ്കിൽ ഔട്ട്ഡേറ്റഡും കോസ്റ്റ്ലിയും ആയിരിക്കും. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രെയിൽ ഡിവൈസസിന്റെ പ്രൈസസ്, അതായത് 60,000 രൂപ തൊട്ട് 5 ലക്ഷം രൂപയാണ് വരുന്നത്. ഒരു പക്ഷേ ഇതിന്റെ ആക്സസ് കിട്ടിയാൽ പോലും അതുകൊണ്ട് വിഷ്വലി ഇമ്പാക്ട് ഉള്ള പീപ്പിളിനൊക്കെ എല്ലാ കാര്യവും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടില് 90% കൂടുതലുള്ള ബ്ലൈൻഡ് ആൻഡ് വിഷ്വലി ഇമ്പാക്ട് പേഴ്സൺസ് ഇപ്പോഴും ഇലിറ്ററേറ്റ് ആണ്. ടൈറ്റൻസ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിൽ, കഫേയിൽ, വീട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബീച്ചിലിരുന്ന് നമ്മൾ ബുക്ക് വായിക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ കോളേജിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ബുക്കിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നോട്ട്സിന് വേണ്ടി വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പ്ലഷർ അല്ല, ഒരു ഡെയിലി ചലഞ്ച് എന്ന് പറയാൻ പറ്റും. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഓരോ ഇന്ത്യൻ പൗരന്റെയും അവകാശമാണ്. പക്ഷെ നോക്കി വായിക്കുന്നതിന് അവർക്കൊരു വെല്ലുവിളിയാണെങ്കിൽ ഒരു വിഷ്വലി ഇമ്പാക്ട് പേഴ്സണെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഈ എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ നിർത്തി പഠിക്കുന്ന ഈ വെല്ലുവിളി AI ഒപ്പം ഇലക്ട്രോണിക്കിന്റെ സഹായത്തോടെ കൺവീനിയന്റ് ആക്കുവാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ദൃഷ്ടി, ഫ്രം ഡോട്ട്സ് ടു ഡ്രീംസ്. ദൃഷ്ടി ഒരു ഡിജിറ്റൽ വെൽ ഡിവൈസ് ആണ്. ഇതിന്റെ ഉപയോഗം കൊണ്ട് ഏതൊരു ഡിജിറ്റൽ ഡോക്യുമെന്റും വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാനായിട്ട് കഴിയും. ഡിജിറ്റൽ ഡോക്യുമെന്റ്സ്, അതായത് നോട്ട്സ്, പിന്നെ PDF, നോവൽസ് അല്ലെങ്കിൽ ബുക്സ് ഡയറക്ട്ലി SD കാർഡ്, ആപ്പ്, പിന്നെ മൊബൈൽ വഴിയും നമുക്ക് കൺവേർട്ട് ചെയ്ത് ദൃഷ്ടി ഉപയോഗിച്ച് പഠിക്കാൻ കഴിയും. ഞങ്ങളുടെ ഡിവൈസ് ആ കണ്ടന്റ് ഒക്കെ റെയിലിൽ ചേഞ്ച് ചെയ്ത് ജനങ്ങളുടെ ഫിംഗർ ടിപ്സിൽ തന്നെ കൊണ്ടുവന്നെത്തിക്കും. സോ അവരെ കൊണ്ട് ആ ടെക്സ്റ്റ് ഒക്കെ ഉണരാൻ കഴിയും. അത് മാത്രമല്ല, ദൃഷ്ടിയിൽ ഞങ്ങള് ടെക്സ്റ്റ് ടു സ്പീച്ച് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. സോ യൂസേഴ്സ് ആ വേർഡ്സ് നന്നായിട്ട് പഠിച്ച് ആ പ്രൊനൗൺസിയേഷനും വായിക്കാൻ കഴിയും. ദൃഷ്ടിയെ ഞങ്ങൾ NGO, പബ്ലിക് റീഡിംഗ് സ്പേസസ് ലൈക്ക് സ്കൂൾസ്, ഡിഫറെന്റ് ബുക്ക് ഷോപ്സ് അല്ലെങ്കിൽ കഫേസിൽ വരെ എത്തിച്ചിട്ട് പഠിത്തം എന്നത് വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ നോക്കുകയാണ്. ഇത് കാരണം ഏതെങ്കിലും വിഷ്വലി എംപേർഡ് റീഡറിന്റെ ലേണിംഗ് ജേർണിയെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. ടൈറ്റൻസ്,
കാണുന്നതിന് വേണ്ടി നമുക്ക് കണ്ണിന്റെ ആവശ്യമുണ്ട്, പക്ഷേ പഠിക്കുന്നതിന് വേണ്ടി കണ്ണുകളേക്കാൾ അധികം വിഷനാണ് മുഖ്യത്വം കൊടുക്കുന്നത്. ഇതൊരു ഡിവൈസ് അല്ല, ഇതൊരു മൂവ്മെന്റ് ആണ്. നമ്മുടെ വിഷ്വലി ചാലഞ്ചസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. ഇതിലൂടെ അവർക്ക് ഈ ലോകം കാണാൻ പറ്റൂ എന്ന് മാത്രമല്ല, ലോകം ഇവരുടെ കഴിവുകളെ അറിയുകയും കൂടെ ചെയ്യും. ദൃഷ്ടിയുടെ ഈസി വിഷനെ നമ്മുടെ നാട് മുഴുവനും കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് 20 lakhs ഓൺ കംഫർട്ടബിൾ നോട്ട് അറ്റ് 25% ഡിസ്കൗണ്ട്. സോ ടൈറ്റൻസ്, ഞങ്ങൾക്ക് കൈതരാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? ഐഡിയ എവിടെ നിന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാം MSc സ്റ്റുഡൻസ് ആയിരുന്നു. അവിടെ ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു മാർക്സിന് വേണ്ടി. ഞങ്ങളുടെ ഈ ഫ്രണ്ട് ഋത്തിക്ക്, അദ്ദേഹം ഒരു സൂപ്പർവിഷൻ ഉള്ള ആളാണ്. എൻ്റെ ക്ലാസ്സിലുള്ള ഗൗരി വളരെ സ്മാർട്ടാണ്. അവര് ക്ലാസ് റൂമിൽ അബവ് ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ദോ ഷി വാസ് എ ബ്ലൈൻഡ്. ഞങ്ങൾക്ക് എല്ലാ വേർഡ്സും റീഡ് ചെയ്യുന്നത് പോലെ ഒരു ഡിവൈസ് കിട്ടിയാൽ അത് നല്ലതായിരിക്കും. പ്രോപ്പർലി പ്രൊനൗൺസിയേഷനോട് കൂടി കിട്ടിയാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞങ്ങൾ പിന്നീട് ഗൗരിയെ കാണുമ്പോൾ അവളുടെ ഇഷ്യൂസിനെ കുറിച്ച് അറിയുമ്പോൾ, അതായത് ഞങ്ങൾക്ക് ക്ലിക്കായത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇനിയും ഒരുപാട് വർക്ക് ചെയ്യണമെന്ന് തോന്നി. വൈ നോട്ട് ബിൽഡ് എ ഡിസ്പ്ലേ ഫോർ ബ്ലൈൻഡ്? വി ഹാവ് ഓൾമോസ്റ്റ് gathered around 100 people's ഡേറ്റ. കൗണ്ടിങ് കൂടുകയും ചെയ്യും. പക്ഷേ അതിനുവേണ്ടി ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഞങ്ങളുടെ ഫൈനാൻസ്. ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്ത് ഏത് രീതിയിൽ കാശ് വന്നാലും ഞങ്ങൾ 5% ഇതിനു വേണ്ടി മാറ്റിവെക്കും. അതായത് ട്രാവലിംഗ് ഫോർ ഡെയിലി ബേസിസ്. ബാക്കിയുള്ള എല്ലാ പണവും ഞങ്ങൾ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. അവിടെ നിന്നാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഫ്രം പ്രോജക്റ്റ് ടു പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് പൂർണ്ണമായിട്ട് റെഡിയാക്കിയോ, അല്ലെങ്കിൽ ഐഡിയ മാത്രമേ ഉള്ളൂ, പ്രോഡക്റ്റ് തയ്യാറാക്കണോ? ഞങ്ങളൊരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ മാർക്കറ്റിംഗ് റിസർച്ചും ചെയ്തു, പിന്നെ ഒരുപാട് പേരെടുത്ത് സംസാരിച്ചു, ആൻഡ് അതിലെ മെയിൻ പോയിന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ ബ്രെയിൽ ഡിവൈസസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ലാണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഇവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അവരോട് സംസാരിക്കും തോറും ഞങ്ങൾക്ക് ഒരുപാട് കാര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ആക്ച്വലി അവർക്ക് എങ്ങനത്തെ ബ്രെയിലാണ് വേണ്ടതെന്ന് അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ വിഷനും ക്ലിയർ ആക്കിക്കൊണ്ട് എങ്ങനത്തെ ഡിവൈസ് ആണ് റെഡിയാക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അത് മാത്രമല്ലാണ്ട് ഈ പ്രോട്ടോടൈപ്പ് സ്റ്റേജിന് വേണ്ടിയും പ്രോഡക്റ്റ് റെഡിയാക്കാനും ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അതിന് 20 ലക്ഷം വളരെ കുറവല്ലേ? അത് ഞങ്ങൾ എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ട് ഫോർ MVP, ദാറ്റ് ഈസ് അറൌണ്ട് 5 lakhs. അതിൽ തന്നെ ഞങ്ങളുടെ ഫുൾ ആൻഡ് ഫുൾ MVP റെഡിയാവും. അത് മാത്രമല്ലാണ്ട് ഞങ്ങൾ സോഫ്റ്റ്വെയർ കോസ്റ്റും കൂടെയാണ് റെഡിയാക്കുന്നത്. ദാറ്റ് വിൽ ഫോൾ അറൌണ്ട് 10 lakhs. ആൻഡ് അത് മാത്രമല്ലാണ്ട് വേറെ എന്തൊക്കെ എക്സ്ട്രാ കോസ്റ്റ് വരുമോ, പ്രൊഡക്ഷനിൽ കുറച്ച് എമൗണ്ട് അതിന് ആവശ്യം വരും. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഞങ്ങൾ ഈ 20 lakhs എമൗണ്ടിലോട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ടെക്നിക്കൽ നോളജ് ഉണ്ടോ? അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനും പ്രോഡക്റ്റ് ഡെവലപ്മെന്റിനും? ഈ ഞങ്ങളുടെ എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ സോഫ്റ്റ് ടെക്നിക്കൽ ആണ്. വി ആർ മാസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രോണിക്സ്. ഞങ്ങൾ ഇപ്പം തന്നെ ഐഡൊമൈൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞു. അവരും ഡിസൈൻ ചെയ്യുന്നുണ്ട് ഫോർ വേരിയസ് കോമ്പണൻസ്. ആൻഡ് ടെക്നോളജിക്കൽ സൈഡിൽ നോക്കുവാണെങ്കിൽ അവർ ഞങ്ങൾക്ക് ഒരു ബാക്കിങ്ങും തരും. ആൻഡ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ആപ്പ് റെഡിയാക്കേണ്ടതെന്ന് ഞങ്ങൾ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൈസിങ് എത്രയായിരിക്കും? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 50 to 60,000 rupees. പക്ഷെ ഞങ്ങളുടെ ഫീച്ചേഴ്സ് ലാക്സിലായിരിക്കും വരുന്നത്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഈ 8 കോടിയിൽ എത്ര പേരാണ്? സർ, ബേസിക്കലി ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് ലോക്കൽ ബോഡീസുമായി കോൺടാക്റ്റിലാണ്, വിത്ത് NGOs ആൻഡ് ബ്ലൈൻഡ് സ്കൂൾസ്. അവർ വരുന്നത് മൾട്ടിപ്പിൾ സെക്ടേഴ്സ് നിന്നാണ്, അതായത് Tier 2, Tier 3 സിറ്റീസ് നിന്ന് വരുന്നുണ്ട്. പക്ഷേ അവരുടെ ഫീഡ്ബാക്സ് ഞങ്ങൾക്ക് ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റി. ദേ ഹാവ് ഫണ്ട്സ്, പക്ഷേ അവരുടെ അടുത്ത് ഇതുപോലുള്ള ടെക്നോളജീസ് അവൈലബിൾ അല്ല. പക്ഷേ അവരുടെ ആവശ്യം അവരുടെ വാക്കുകൾ കേട്ട് ഈ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെയാണ്. സോ ഞങ്ങളുടെ ഇനിഷ്യൽ ലെവൽ ഓഫ് കസ്റ്റമേഴ്സ് ഇവരും ഇവരുടെ സ്റ്റുഡൻസുമാണ്. തീർച്ചയായിട്ടും ടൈറ്റൻസ്, എനിക്ക് കോസ്റ്റ് വളരെ നന്നായിട്ട് തോന്നുന്നു. പിന്നെ ഇവർ ചോദിക്കുന്നതും വളരെ കുറവല്ലേ. അതുകൊണ്ട് ഇവരുടെ ഓൺട്രപ്രണർഷിപ്പ് ചാനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രോട്ടോടൈപ്പ് യാത്രയിൽ വളരെ സഹായകമാകും. ഓക്കെ, നമ്മുടെ ടൈറ്റൻസ് എല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഓഫറുകളെ പറ്റിയും മെന്റർഷിപ്പിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുകയാണ്. അവർ തീരുമാനിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഒന്ന് നോക്കാം. ഓഡിയൻസ്, നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇവരുടെ ഐഡിയ പറ്റി നിങ്ങൾ കേട്ടു. ഇവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സോ യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളെ അറിയിക്കൂ. ഈ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിന് എത്ര മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്? ഇത് നല്ല ഐഡിയ ആണ്, എന്തെങ്കിലും ചെയ്യാം.
ഓൾമോസ്റ്റ് 100%. 91% people feeling this is very, very important. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ആദ്യത്തെ അപ്രോച്ച് എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ, അതായത് നിങ്ങളുടെ കൂടെ ഏതെങ്കിലും ബ്ലൈൻഡ് NGOസിനെ ചേർത്തോളൂ. പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഓരോരുത്തർക്കായി 1 ലക്ഷം രൂപയും പിന്നെയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഞങ്ങൾ CSR ഫണ്ട്സിലൂടെ വീണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ബട്ട് യു ഹാവ് ടു ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ബ്രിങ്ങിങ് എ ബ്ലൈൻഡ് NGO ഇൻ ഫ്രണ്ട്. യു കനോട്ട് വർക്ക് വിത്തൗട്ട് ദാറ്റ്. സോ നമ്മുടെ എല്ലാ ടൈറ്റൻസും ഓരോ ലക്ഷം രൂപ വീതം കമ്മിറ്റ് ചെയ്യുകയാണ്. വരൂ, കൈ കൊടുത്തോളൂ. ഇന്ന് 4 ടൈറ്റൻസും നിങ്ങളുടെ ഒപ്പമാണ്. താങ്ക് യു വെരി മച്ച്. ഇത്രയും വലിയ ഇൻവെസ്റ്റേഴ്സിന് മുമ്പിൽ പിച്ച് ചെയ്യാനും സംസാരിക്കാനും ഞങ്ങൾക്ക് നല്ലൊരു അവസരം കിട്ടി. വി ആർ വെരി ബ്ലെസ്ഡ്. പിന്നെ സന്ദേശ് സാർ ഞങ്ങൾക്ക് നല്ല ഗൈഡൻസ് തന്നു, നല്ലൊരു അവസരം തന്നു, ഒപ്പം മെയിൻ പോയിന്റ്സ് പറഞ്ഞു, പിന്നെ നല്ലൊരു വഴിയും കാണിച്ചു തന്നു ടു ഗെറ്റ് അവർ പ്രൊട്ടോടൈപ്പ് ഇൻ ടു വർക്കിംഗ് സ്റ്റേജ് ആൻഡ് ഒരു മാർക്കറ്റ് പെനിട്രേഷൻ. ആൻഡ് ഓൾസോ വി ഗോട്ട് എൻ ഓഫർ. കണ്ടുകൊണ്ടിരിക്കൂ ഐഡിയ ബാസ്.